ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ആണ്. 2ൽ ഞാൻ ആദ്യമൊക്കെ കളിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കളിക്കില്ല. ഇപ്പോൾ കാർ പാർക്കിംഗ് 1ലാണ്. 1 ഇപ്പോൾ ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് കുറേ വണ്ടികളുണ്ടായിരുന്നു, പക്ഷേ ഇത് എന്തോ ലാഗായി പോയി. ഇതിപ്പോൾ അക്കൗണ്ട് ഇല്ല ഇനി ഏതൊക്കെ ഉണ്ട്? ചെയ്യട്ടെ, അടക്കെ ഈ അക്കൗണ്ടാണോ എന്ന് നോക്കട്ടെ കേട്ടോ. മേ ബി ഇൻകറക്റ്റ് ഇമെയിൽ അടക്കെ നോക്കട്ടെ. ഇതാണോ എന്നറിയില്ല. മേ ബി ഗൈസ്, ഈ അക്കൗണ്ട് കിട്ടിയെന്ന് ഇതാണോ നോക്കട്ടെ. ആദ്യം ഒരു സിവിക്ക് ബെൻസൊക്കെ ഉള്ളൊരു കിട്ടിയടാ. അതാ ഞാൻ പറഞ്ഞിന്. പക്ഷേ ഇതിന് ഞാൻ കോയിൻ വർക്ക് ചെയ്തിരുന്നല്ലോ. ഈ കോയിൻ വർക്ക് ഞാൻ എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ കാണുള്ളൂ. ഇതെനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ ആദ്യം ഇതാ കോയിൻ വർക്കൊക്കെ ഈ ഗ്രില്ലൊക്കെ വെച്ചതിനു ഈ ഗ്രില്ല് എന്താ ഞാൻ ആദ്യം കോയിൻ വർക്കൊക്കെ ചെയ്ത വണ്ടിയാണ് ഗൈസ്. ഇപ്പോൾ കണ്ടോ, ഒരു ലുക്കില്ല, തീരെ ലുക്കില്ല. പിന്നുള്ള വണ്ടി മിനി കൂപ്പർ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കാമല്ലോ. എന്തൊക്കെ എൻ്റെ അടുത്ത് ഹോണ്ട സിറ്റി മാതിരിയുള്ളൊരു സാധനമാണ്. സിറ്റിയാണ് നമ്മളുള്ളത്. ഹാർഡ് ഡ്രൈവ്സൊക്കെ ചെയ്യണം. പിന്നെ സൗണ്ട് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു സൗണ്ടല്ലേ. ഒരു ടയറുണ്ടോ? ഇതിൽ 3 വണ്ടിയോ വാങ്ങാനിട്ട്. അടുത്ത വണ്ടി വാങ്ങാൻ 100 കോയിൻ കൊടുക്കണം. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം സസ്പെൻഷനാണ് കേട്ടോ. നമ്മൾ 1000 കോയിന് എന്നിട്ടാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് മറ്റേതിൽ കിട്ടിയത് തന്നെ. പിന്നെ കാർ പാർക്കിംഗ് 2ലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. വരെ മതി. മൾട്ടിപ്ലെയറിലും കയറിയൊക്കെ വണ്ടി മാറ്റി ഇതന്നെ മതി. നമ്മൾ മിനി എടുക്കും വെച്ച് വണ്ടി ഒന്ന് മാറ്റി പിടിച്ചത്. മൾട്ടിപ്ലെയർ കിട്ടുമോ നോക്കട്ടെ. സിംഗിൾ മതി. ഇതിൽ കുറേ മാപ്പ് ഉണ്ട് കേട്ടോ. റെഡ് റോക്കർ ഡെസേർട്ട്, ഹൈവേ സിറ്റി 2, ട്രോപ്പിക്സ്. അതിൽ കയറണം. അപ്പോൾ നേരെ ഗെയിം പ്ലേയിലൂടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിമിലെത്തിയിട്ടുണ്ട്. എന്തൊരു സൗണ്ടാ! എന്താ സൗണ്ട്! ഇതിലെന്തൊക്കെ സാധനങ്ങൾ ലാഭത്തിന് കൊടുക്കല്. ടർബൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഗ്രാഫിക്സ് അല്ലേ. അല്ല, മിനിയിൽ മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ അടിപൊളിയായില്ലേ. എന്താ ഫ്രണ്ട് കാണിക്കാത്ത?
അല്ലേ? അടിപൊളിയല്ലേ ഇതിൽ മിനി മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ? എന്താ നമ്മളിതാ മിനിയിൽ പാർക്കിലിട്ടാണ്. ഇതിൽ നമ്മളൊന്നും നോക്കണ്ട, നമ്മൾ നോക്കാം. ഗെയിം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ഇഷ്ടപ്പെട്ടു. ദ സസ്പെൻഷൻ ഫീച്ചേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ സസ്പെൻഷൻ. ദ എയർ സസ്പെൻഷൻ ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ്, ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഇൻ ദ ഗാരേജ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ മോനെ. ഇതിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. ഇത് കാർ പാർക്കിംഗ് 1 ഈ സസ്പെൻഷൻ ആഡ് ചെയ്തൂടെ? എന്താടാ അത്? പക്ക കൺട്രോളൊന്നുമില്ലേ? അടിയൊക്കെ എന്താടാ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതോ? ഇതിലത്തെ സൂപ്പർ നോക്ക് വച്ചാ മറ്റേൻ്റെ അത്ര ഇല്ല. മറ്റേതാണ് ഹെഡ്ലൈറ്റൊക്കെ നല്ല വൃത്തി കാണാം. ഇതിൻ്റെ ഓണടിച്ച് ചെവി അടിച്ചു വന്നു. ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം എയർ സസ്പെൻഷനാണ് കേട്ടോ. അതിനുള്ള പൈസ ഒന്നുമില്ല നമ്മളിൽ. നമുക്ക് ഇറങ്ങാം. കൺഫേം. എന്താ ഗൈസ് ഫീച്ചേഴ്സ് ഐറ്റംസ്? ഫോർച്യൂണർ എടുക്കാൻ പറ്റും. ഫോർച്യൂണറൊക്കെ 30,000 കൊടുക്കണം. ഇതിൽ ഹോണ്ട സിറ്റിക്കൊക്കെ വില കുറവാണ് തോന്നുന്നു. മറ്റേലൊക്കെ ഹോണ്ട സിറ്റിന് വില കൂടുതൽ. ഈ മറ്റേലൊക്കെ ഏതൊക്കെ വില കൂടുതൽ എന്ന് വെച്ചാൽ ഇന്ന് അത് തിരിഞ്ഞാണ്. വില കൂടിയ വണ്ടികളൊക്കെ വില കുറച്ചാണ് ഇതിലിടുന്നത്. ഇതൊക്കെ മോഡിഫൈ ചെയ്താൽ മതി, അടിപൊളിയാണ്. ഈ വണ്ടി ഓർമ്മ ഉണ്ടോ? 40,000 മറ്റേ കാർ പാർക്കിങ്ങിൽ 2 ലക്ഷം ഉണ്ട്. ഇത് 90 ലക്ഷത്തിൻ്റെ വണ്ടിയാണ്. അത് 50,000 കിട്ടുന്നു. ഇതിപ്പോൾ നല്ല വില ഉണ്ട് കേട്ടോ. 50,000 വണ്ടി ഇത് നമ്മളെ കാർ പാർക്കിങ്ങിലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വാങ്ങി വെച്ചാൽ പിന്നെ ഉപകാരം ഉണ്ടാവും. ഈ PM നോക്ക് ലാഭത്തിനിട്ട് 70,000 ഈ വണ്ടിയിൽ വില കൂട്ടി കേട്ടോട്ട്. നമ്മളെ ആദ്യത്തെ വണ്ടി ഇതിൻ്റെ വില സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. എടാ 2-3 ലക്ഷത്തിൻ്റെ വണ്ടി കൊള്ളില്ല. ഇതൊക്കെ എടുക്കണമെന്നുണ്ട്. എവിടെ ലാംഗ്വേജറിനൊക്കെ എന്ത് വില കുറവാടാ. ഇതിനൊക്കെ നോക്കുമ്പോൾ 350 ലക്ഷം. കാർ പാർക്കിംഗ് 1 അങ്ങനെ കിട്ടോട്ടെ. സാഡ് മൂമെൻറ്റ്. ഇതിനെന്താ അത്രയും വില കുറവാടാ. ഇതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ മതി. സാഡ് ഇതിന് 500 വണ്ടികളൊക്കെ നമ്മളെ മറ്റേ ഗെയിമിൽ പൈസ കൊടുത്താൽ വേണ്ടി താറൊക്കെ 500, ഡോഡ്ജ് 500, PM 500. ഇതൊക്കെ അമ്മ വേണമെങ്കിൽ വാങ്ങിയ കാർ പാർക്കിംഗ് 1 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
നമ്മളെ വണ്ടി കിട്ടിയില്ലേനോ, അപ്പോൾ 300 കിട്ടിയില്ലേനോ, നമ്മളൊന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്തതിനാൽ നമ്മൾ ഇത് കിട്ടീന്. എന്താടാ അത് വില കുറവ്. ഓ ഈ വണ്ടി കാർ പാർക്കിംഗ് 1 ഉണ്ണി വരുന്ന അപ്ഡേറ്റിലാണ് അതൊക്കെ വന്നേ. ഓ എല്ലാം വിഷമിച്ചു. ഓ മൈ ഗോഡ്. അത് ഞാൻ ആ മറ്റേ ഗെയിമിലെടുത്ത ആദ്യത്തെ വണ്ടി വിഎംഒക്കിൻ്റെ ആദ്യത്തെ അതൊക്കെ എടുത്ത്. ഓ ഈ 2 വണ്ടി നമ്മൾക്കുണ്ട് കാർ പാർക്കിംഗ് 1 അതുകൊണ്ട് വിഷമിക്കണ്ട. ഓ ഇതാ ഈ വണ്ടിക്ക് 1000 ഇതാണ് ഞാനൊന്ന് വിറ്റ്. ഇത് ഫുള്ള് കോയിൻ വർക്കല്ലല്ലോ അല്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ. അടുക്ക ഞാൻ എൻ്റെ സംഭവം മനസ്സിലാവും. എൻ്റെ ഉള്ള ഗെയിംസ് GTA San Andreas, ഹാപ്പി മോഡ്, മൈൻക്രാഫ്റ്റ്, ഗ്രാൻഡ് മൊബൈൽ, ഫൺ സ്മൈൽ, ഫ്രീ ഫയർ, അത് പറഞ്ഞത് BMW വാൾപേപ്പർ, കാർ പാർക്കിംഗ് 1ഉം 2ഉം, ഫൺ സ്മൈലും BMW M4 കാണിച്ചത് വാൾപേപ്പറാണ്. ഓഫ് റോഡ് ലീഗ് ഓൺലൈനും റോബ്ലോക്സും, ട്രക്ക് സിമ്മും പക്ക ഗ്രാഫിക്സും ഫീച്ചേഴ്സുള്ള ഗെയിമാണ് ട്രക്ക് സിമ്മ്. നമ്മൾ നേരെ കാർ പാർക്കിംഗ് 1 പോവാം. ഇതിലും അങ്ങനെ വില കുറച്ചൊക്കെ കിട്ടീനെങ്കിൽ എന്തായാലേ നമുക്ക് ഒരു ദിവസം നമ്മളെ വണ്ടി കൊണ്ട് ട്രിപ്പ് പോകണം ഗൈസ്. നിങ്ങളിപ്പോൾ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ലല്ലോ ഗൈസ്. എന്താ സബ്സ്ക്രൈബർ തീരെ ഇല്ല, 28 നനങ്ങില്ലല്ലോ. എന്തുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കൂടും എൻ്റെ അയ്യോ. പൈസ ഉണ്ടാക്കാനുള്ള ഈസി ട്രിക്ക് പറഞ്ഞു തന്നെ. 10,000 വെച്ച് നമ്മൾ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യുക, സൈനിങ് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, സൈനിങ് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, സൈനിങ് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക, സൈനിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ 10,000 അങ്ങനെ വെച്ച് കിട്ടും. ഞാൻ ഇപ്പോൾ അതാ എൻ്റെ കയ്യിൽ 12,000 ഉണ്ട്. ഡെയിലി റിവാർഡ്സ് ഒന്നുമില്ല. 15,000 അത് വർക്കാവുമെന്നറിയില്ല. പിന്നെ ഞാൻ പോയി സൈൻ ഔട്ട് ചെയ്ത് ഇത് കുറച്ച് ലോങ് ആണ്. അതാ സൈൻ ഔട്ട്. ഇത് എന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇനി ഞാൻ ലോഗിൻ ചെയ്യട്ടെ. ഇതാ ഞാൻ ലോഗിൻ ചെയ്ത് ഗൈസ്. അപ്പോൾ അത് ഫേക്കാണ്, അങ്ങനെ ഒരു ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും ചെയ്യാം. നമ്മൾ നാളെ മറ്റന്നാളോ എല്ലാം കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്ന് നമ്മൾ ഇവിടെ മറ്റേ BM ഇല്ല. ഓഹോ ഈ വണ്ടീൻ്റെ ബോണറ്റ് നോക്കിയാലോ. വേറെ
അതൊന്നും പോക്കാൻ പറ്റുമല്ലോ. സൂപ്പറിൻ്റെ പോക്കിയൊന്നും ഉണ്ടാവും നോക്കാം. സൂപ്പർ പോക്കണ്ട, മുന്നിലുള്ള ഭംഗി കൂടി പോക്കണ്ടല്ലോ വെച്ചിട്ട് അതും പോക്കണ്ട. സൂപ്പറിൻ്റെ ഇതിൻ്റെ മാറ്റിയാലോ, ബെൻസിൻ്റെ. ഏത് ലോകം അപ്പോൾ എന്ത് വ്യൂ ആടാ. ചെറിയൊരു ലാഗ് ഉണ്ടാവും, ഒന്നുകൂടി പോയി വെക്കാം. അപ്പോൾ ശരി. നമ്മളെ ബോണറ്റ് എവിടെ? ഈ വണ്ടിക്ക് ബോണറ്റ് ഉണ്ട്. നെക്കി പിടിക്കുക, അങ്ങനെ പോക്കാം. കുഴപ്പമില്ല. ഇനി ഈ വണ്ടിയിൽ പോക്കണം. കഷ്ടപ്പെട്ട മുന്നിലുള്ള സാധനം വെച്ചതാ. എൻ്റെ ബോണറ്റ് പോക്കിയോ എന്താ വട്ടായോ. നമ്മളിപ്പോൾ ഏതെങ്കിലും വണ്ടി നിസാൻ GTR ഇതിന് ഇട്ടാലോ, 500-ന് 600-ന് ഇടാം. ഇല്ലുണ്ട് 1000 ഒന്നും ആരും എടുക്കൂല. നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക് ആയിട്ടാണ്, നല്ല അടിപൊളിയൊക്കെ ചെയ്യും. നോക്കിയേ, നമ്മൾ ഇത് വെക്കുന്നു നല്ല കറുത്ത കളറിൽ. ഇത് അടിപൊളി. ഇത് എൻ്റെ പണി. ഏട്ടാ എന്താ പണി നോക്കടാ, ബ്യൂട്ടി. ചെറിയ പൈസൻ്റെ വെക്കാണ്, പിന്നെ പൈസ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പൈസ എല്ലാം തോന്നുന്നു തീർത്തപ്പോൾ സമാധാനം. സെല്ല് കാർ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. സെല്ല് കാറ് നമുക്ക് അത് വെക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം പെട്ടടാ നീ പെട്ടല്ല. വണ്ടിയൊന്നും സീൻ ഇടാൻ പറ്റില്ല, സക്സസ്ഫുള്ളായി. എന്ത് മോഡിഫിക്കേഷൻ കേട്ടോ. അപ്പം നമ്മൾ 12,000 രൂപ പോയിരിക്കുന്നു. സ്റ്റിക്കർ വർക്കെല്ലാം പോക്കണ്ട, പാടില്ല. മുന്നുള്ള സാധനത്തിന് 100 രൂപ 400 രൂപേൻ്റെ സ്റ്റിക്കർ വർക്ക് ഈ വണ്ടിക്ക് ചെയ്ത്. നിസാൻ GTR ഡ്രൈവ് ചെയ്യണേ. ഡു കമൻറ്റ് ബിലോ. അവിടെ എത്ര പൊട്ടിന്. ഇപ്പോൾ നമ്മളെ വണ്ടി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. സ്പോയിലർ ഉണ്ടോ, 3 രൂപയുണ്ട് ബാക്കി ബാലൻസ്. നമ്മളെ മറ്റേ ഭീമിലൂടെ അത് പാടില്ല. ഇതിൽ ഫ്രണ്ടിലെ മറ്റേ സാധനമില്ലേ, 30 ആണല്ലേ. എന്താ മറ്റേ ഇതിൻ്റെ കുഴപ്പം. നമ്മളിപ്പോൾ ഒരു ബോണറ്റ് നോക്കി പൈസ ഒന്ന് എക്സിറ്റ് ചെയ്തെടുത്താൽ മതി, അത് ശരിയാക്കുള്ളൂ. ഇനി കമ്പ്യൂട്ടർ ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ അതിലങ്ങനെ റെക്കോർഡ് ചെയ്യണ്ടെന്നറിയില്ല, അതാണ് പ്രശ്നം. നമ്മൾ എക്സ്റ്റെൻഡിങ് ഇതിൽ വില കുറവിൻ്റെ സ്പോയിലേഴ്സ് ഉണ്ട്. ഇതല്ലേ സാധനം, ഇത് തന്നെ. ഇതിപ്പോൾ എടുക്കണം ഗൈസ്. ഇപ്പം
ഈ ടൈമിനങ്ങ് എടുത്താലോ. 1 കിലോമീറ്റർ ഓടിയാൽ മതി. കഴിഞ്ഞിട്ട് കാണാമെന്നാ. അതിലവിടെ കാണിച്ചു തരാം. ഏത് വണ്ടി എടുക്കണം? ഈ വണ്ടി എടുക്കാത്ത ഊട്ടിയില്ലത്. ഇതിൻ്റെ സൗണ്ട് ചെവി അടിച്ചു പോവും. ഇതാ എൻ്റെ സൗണ്ട് ഇതാ ഇപ്പം ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ല സൗണ്ടാ. ഹെഡ്സെറ്റ് വെച്ച് കളിക്കുന്നതുകൊണ്ടേ തീരെ ക്ലിയർ ഉണ്ട്, പക്ഷേ അമ്മാതിരി വോയിസാണ്. ഇപ്പം ഇതുവരെ ഈ സമയത്തൊന്നും ആരും ലൈക്കും സബ്ബൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ടും ലൈക്കൊന്നും ചെയ്യില്ല. ഞാൻ ഇപ്പോൾ അടുത്തൊന്നും സ്കൂളിൽ പോയില്ല. അതിൻ്റെ കുറച്ച് നോട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് കുറച്ച് എഴുതാണ്ടായിരുന്നു. അതതിന് 2 ദിവസത്തെ നോട്ടേ ഉള്ളൂ. പിന്നെ 1 കിലോമീറ്റർ ഓടിയിട്ട് കാണാം. അല്ലാണ്ട് അങ്ങ് കാണിച്ചു തരാമെന്ന്. ഈ വണ്ടിക്ക് ഇഷ്ടമാണ്, ഇൻറ്റീരിയറില്ല. ഓഹ് വാവ്, എന്തല്ലേ മച്ചന്മാരെ. എല്ലാവരും ലൈക്ക് ചെയ്ത് ബാന്നേ. ഇനിയും അടിപൊളി കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ വരുന്നതായിരിക്കും. ഇനി കാർ പാർക്കിംഗ് 2ൻ്റെ വീഡിയോസ് വേണേ കമൻറ്റ് ചെയ്യണം. അല്ലേ കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ വേണേ കമൻറ്റ് ചെയ്യണം. ഗൈസ്, നല്ലൊരു ഇടി അവിടെ പോയി ഇടിച്ചിട്ടുണ്ട്. എന്താടാ കിട്ടു പറ്റും. ഫാസ്റ്റ്. എന്താടാ അത്? ഞാൻ ഒന്നും ചെയ്യില്ല. ഇടിച്ച്. പൊന്നുള്ളിയെ വളയടാ. വളയടാ. ഈ മറ്റേ ഒന്ന് പറയും. തിരിയടാ. വാവ്, തിരിയടാ. ഇതാണ് ശരിക്കലത്തെ വോയിസ് കൺട്രോൾ. എന്താ അതിൻ്റെ പേര്? ഓടാ, വളഞ്ഞു നോക്കും ഓട്ടോമാറ്റിക്കലി. ഓടാ, ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതിൽ ഒക്കെ സ്റ്റിയറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്രേക്ക്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ വളയുക കേട്ടോ. നമ്മൾ നോക്കി വെച്ചോ. ഈ റോഡിൻ്റെ ഈ സൈഡ് 2 ചിഹ്നം. ഞാൻ ഒന്നും ചെയ്യില്ല ഗൈസ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വളയുന്നു കണ്ടോ. അപ്പളേനും വണ്ടി വന്നു. ഈ സ്റ്റിയറിങ് തിരിയുണ്ടോ? സ്റ്റിയറിങ്ങേ തിരിയില്ല. ഇപ്പോൾ ഗെയിമാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മുന്നിലൊരു ക്യാമറയും കൂടി ഉണ്ടായിരുന്നെങ്കിലേ, വണ്ടി മുന്നുണ്ടായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുകയും ചെയ്യും. അപ്പം നമ്മളെ നോക്കണ്ട. ആക്സിലേറ്റർ അതും കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൺട്രോളേ ചെയ്യില്ല. ഇതാക്കണ്ടോ. നോക്ക് നിങ്ങളിതാ പിടിക്കാൻ ഇങ്ങനത്തെ ഒരു സാധനമുണ്ടോ? പക്ഷേ ഞാൻ പിടിച്ചില്ല കേട്ടോ. 1 കിലോമീറ്ററല്ലേ ഉള്ളൂ.
ഒരു സാധനത്തിൽ ചെന്നിടിച്ചോളും. 6 കിലോമീറ്ററായി ഗൈസ്. അല്ലടാ, ആ വണ്ടിൻ്റെ ഇടയിൽ കൂടിയല്ലേ ഇപ്പോൾ പോയേ. ഇതിനെപ്പോഴാണ് കേട്ടോ എന്നാ പഠിക്കുന്നത്. 100 ആപ്പാക്കണം, എന്നാലേ അടുത്തേമ്പോൾ നനങ്ങും. ഇതുമ്പോൾ നനങ്ങും നോക്കട്ടെ. ഓ അങ്ങനെ വരല്ലേ. ആയില്ലേ 7 കിലോമീറ്റർ. എന്തത് എടാ പയ്യെ പോടാ. ഈ സാധനം അടിപൊളിയായിട്ടോ, നമ്മൾ കൺട്രോളേ ചെയ്യണ്ട ഈ 2 സാധനം. ഇതേതാടാ സിറ്റി. ഇങ്ങനത്തെ നല്ല അടിപൊളി സിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റേസ് ട്രാക്കോ ഇത് ഏട്ടടാ എന്താ ചെയ്യുന്നത്. വണ്ടി ഇടിച്ചിടിച്ചിടിച്ച് ലാഗ്. വാവയില്ലേ വളടാ. 7 കിലോമീറ്റർ ആയില്ലേ. ഇല്ലല്ലോ. എടാ ഏടെ കൊണ്ടുപോയാടാ ഈ സാധനം കൊണ്ടുപോയി ഇടിക്കുന്നു. ഇതൊരു ഉപകാരം ഉണ്ടായിരുന്നു. അപ്പായി വളയുടെ ഐസ്. ഇത് വളയുമ്പോഴേ ഇത് പോവുള്ളൂ. എന്താടാ സൂപ്പറപ്പോൾ ചെയ്ത്. എന്താ ഇതിപ്പം എന്തൊക്കെ കൊണ്ട് ഇടിച്ചിന്. ഏതായാലും ഇവിടം വരെ വന്നല്ലേ. പെട്രോളൊന്നും അടിക്കണ്ട. എന്താണെന്നറിയോ, ഈ ഡെയിലി ടാസ്കിൽ മറ്റേ എത്ര 70 ലിറ്ററോ 80 ലിറ്ററോ ഫ്യൂലെങ്ങാനും അടിക്കാൻ പറഞ്ഞാൽ ഉള്ളൊരു വണ്ടി ഇതേ ഉള്ളൂ. നിങ്ങൾ നോക്കി വെച്ചോളി. അടിക്കല്ലേ. കുറച്ച് കിലോമീറ്റർ ആയിട്ട് പോയൊക്കെ എന്നാലേ വരേക്കും. സെറ്റിങ്സ് മറ്റേ കാറിൽ പോയി അതറല്ല ഷോ മിറേഴ്സ് വെക്കുക. അതോ മിറർ വന്നുണ്ട്. ഇത് 1 വേ ആ പ്രശ്നം. ഇതൊരു പ്രശ്നമില്ലാണ്ട് പോയ ഞങ്ങൾ. ഇത് ഹൈവേയിലേ വർക്കാവും കേട്ടോ. ഇതൊരു ഹൈവേ അല്ലേനു, അതുവരെ വർക്കായി. അപ്പോൾ അതാ ഏതോ കാട്ടിലോട്ടേക്ക് കൊണ്ടുപോയി വിടും. വൈറ്റ് ആയത് കൊണ്ട് ഇനി കുറച്ച് ചളിയൊക്കെ 2000 രൂപയിൽ പോയിക്കോളും. 2000 എന്തായാലും പോവും. ചളി ആയില്ല. ഈ വണ്ടി അത്യാവശ്യം കൺട്രോളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം വീഡിയോ ലോങ്ങായി കേട്ടോ. ഇത് ടാസ്ക് ചെയ്ത് മറ്റേ വണ്ടിക്കാർ വെച്ചിട്ട് ഞാൻ നിർത്തുള്ളൂ വീഡിയോ. അപ്പം 7 കിലോമീറ്റർ ആയിട്ട് കാണാം. ഏട്ടക്കണക്ക് ഗൈസ് 7 കിലോമീറ്റർ ഓടി ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ കളിക്കുന്നത് എന്താ കുഴപ്പമെന്നോ, ചെറിയ ലാഗും നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലമേ ഉള്ളൂ. വേറെ ഒറ്റ പ്രശ്നമില്ല. ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യും. അടിച്ചു എങ്ങനെ നോക്കട്ടെ. ഇവിടെ അടിച്ചുകൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ്. സൗണ്ട് ഉണ്ടോ? ആ പ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ബോഡി 100 രൂപയ്ക്ക് ഏതെങ്കിലും വണ്ടി കൊടുത്തിട്ട് ഇത് വാങ്ങണം. ഫ്ലാഗ് നമ്മൾ സൂപ്പറൊക്കെ വെച്ച മാതിരി ഈ വണ്ടിക്കും നമ്മൾ വെക്കട്ടെ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണൂല കേട്ടോ, ഫുൾ ബ്ലാക്ക് ഉണ്ടോ. വെക്കട്ടെ. വെക്കണ്ടേ. റെഡി 1 2 3 ഞാൻ വെച്ച്. ബാക്കി 6 കോയിനുണ്ട്. 6 കോയിന് ഒരു സാധനം വാങ്ങാനില്ല. അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് മാറിയോ. അപ്പം
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.